പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിൽ വിവാദം കത്തിക്കയറുന്നുണ്ട്. വർഗീയ പ്രചാരണം എന്ന പരാതികളിൽ LDF, UDF സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അനൗൺസ്മെന്റ് വിവാദമാണ് LDFനെ പ്രതിരോധത്തിലാക്കുന്നത്. ആരോപണം തള്ളി LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ഇന്ന് ക്ഷുഭിതനാവുകയും ചെയ്തു. പ്രതികരണത്തിലേക്ക് ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ ഒരു അനൗൺസ്മെന്റ് വിവാദമില്ല. അല്ല, അതുണ്ടെങ്കിലേ വിവാദം ആരാണോ ഉയർത്തിക്കൊണ്ടുവന്ന് അവരോട് അന്വേഷിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വിവാദമില്ല. ഈ പരാതി ഉണ്ടെങ്കിൽ പരാതി അന്വേഷിച്ചോട്ടെ. ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല. ഞാനിവിടെ ഇന്ന് എന്റെ മുമ്പിലുള്ള ഒറ്റ വിഷയം ഈ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കലാണ്. അതിന് പേരാമ്പ്രയുള്ള പത്രങ്ങളൊക്കെ എങ്ങനെയാണ് വന്നുവിട്ടതെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഞങ്ങളെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന അനൗൺസ്മെന്റിന്റെ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ കുറേ ദിവസങ്ങളായി ഇവിടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പര്യടനത്തിലെല്ലാം ഈ പെൻഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു വിഷയം വന്നിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമല്ലോ. സമുദായത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചെന്ന പരാതിയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. വിവാദ അനൗൺസ്മെന്റിലെ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ഫാത്തിമ തഹ്ലിയ കുറ്റപ്പെടുത്തി. ഇവിടെ ഒരു അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. അത് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ FIR ഇട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. UDF പിടിക്കും. ഭൂരിപക്ഷത്തിൻ്റെ കാര്യം അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് ഈ നാട്ടിലെ വോട്ടർമാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഞങ്ങൾ ഈ മണ്ഡലം യഥാർത്ഥത്തിൽ ഞങ്ങളെ മണ്ഡലമാണ്. അത് വിധി എഴുതുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരാനിരിക്കുന്നത്. വിശദമായ ചർച്ചയിലേക്ക് വരും മുമ്പ് നമ്മുടെ പ്രതിനിധി അജി കുഞ്ഞുമോൻ അവിടെ നിന്നും വിശദമായ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജി, ഈ ഗ്രൗണ്ട് റിയാലിറ്റി, ഗ്രൗണ്ട് എന്താണ് സംഭവിക്കുന്നത് അവിടെ എന്നുള്ളത് അറിയണം. കാരണം ഈ പരാതി ഉയർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ആദ്യം ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് നടന്നു എന്നുള്ളത് അത് CPM-നും LDF-നും എതിരായിട്ടാണ് അത് കൊണ്ടുവന്നത്. ആക്ഷേപം പിന്നീട് ലീഗ് ഏറ്റെടുക്കുന്നത്, പരാതിയൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് ആ മണ്ഡലത്തിൽ ഏത് രീതിയിലാണ് ചർച്ചയാകുന്നത് ഇരുപക്ഷത്തും? ഇപ്പോൾ 2 പരാതികൾ വന്നു, രണ്ടിലും അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും പ്രജിൻ, ഈ വിഷയം ഉയർന്നു വരുന്നത് ഇന്നലെയാണ് TP രാമകൃഷ്ണൻ, LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന്റെ പ്രചരണ വാഹനത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയെ മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ ഫാത്തിമ തഹ്ലിയുടെ മതം പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള അനൗൺസ്മെന്റ് പ്രചരിക്കുകയാണ്. ഈ അനൗൺസ്മെന്റ് ഒരു കവലയിലൂടെ പോകുന്നു. പേരാമ്പ്രയിലെ വിവിധ മണ്ഡലങ്ങളിലൂടെ, ഈ വിവിധ സ്ഥലങ്ങളിലൂടെ ഈ അനൗൺസ്മെന്റ് വാഹനം സഞ്ചരിക്കുകയാണ്. അപ്പോൾ UDF പ്രവർത്തകർ ചെയ്തത് ഉടനെ തന്നെ ഇത് വീഡിയോ ആയി ചിത്രീകരിച്ചു, അത് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇവിടെയാണ് വിവാദങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് TP രാമകൃഷ്ണൻ ഇന്ന് പറഞ്ഞത് ഇത്തരത്തിൽ ഒരു അനൗൺസ്മെന്റ്, അതായത് UDF സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയെ അപമാനിക്കുന്ന തരത്തിൽ, ഫാത്തിമ തഹ്ലിയെ മതത്തിന്റെ പേരിൽ വിമർശിക്കുന്ന ഒരു തരത്തിലുള്ള വീഡിയോ പോലും തങ്ങൾ ഇട്ടിട്ടില്ല. തങ്ങളുടെ പ്രചരണ വാഹനത്തിൽ ഉപയോഗിക്കുന്ന പെൻഡ്രൈവുകൾ എവിടെ വേണമെങ്കിലും ഹാജരാക്കാൻ തയ്യാറാണ്. ഞങ്ങൾ അന്വേഷണവുമായി സഹകരിക്കും. അതെങ്ങനെയാണ് വന്നതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുള്ള നിലപാടാണ് LDF സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് UDF. ഇതായിരുന്നു ഈ വിവാദങ്ങളുടെ തുടക്കം. പക്ഷേ ഇന്ന് വൈകുന്നേരം കഥകളാകെ മാറിമറിയുകയാണ്. ഇന്ന് വൈകുന്നേരം ഫാത്തിമ തഹ്ലിയക്കെതിരെ 3 വ്യക്തികൾ പരാതി നൽകുകയാണ്. ആ പരാതിയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഫാത്തിമ തഹ്ലിയയും UDF പ്രവർത്തകരും എൻ്റെ വീട്ടിൽ വന്നിട്ട് മതത്തിന്റെ പേരിൽ, സമുദായത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചു. സമുദായത്തിന്റെ ഉന്നമനത്തിനായി എന്നെ വിജയിപ്പിക്കണം എന്ന തരത്തിൽ വോട്ട് ചോദിച്ചു എന്നുകൊണ്ടാണ് ഈ 3 വ്യക്തികൾ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയത്. ഈ റിട്ടേണിംഗ് ഓഫീസർ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പേരാമ്പ്രയിലെ റിട്ടേണിംഗ് ഓഫീസർക്കാണ് ഈ 3 വ്യക്തികൾ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നു, തങ്ങൾ ഒരു പാർട്ടിയുടെയും വക്താക്കളല്ല, മറ്റു ആളുകളുടെയും ഒരു വക്താക്കളും അല്ല എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിന് പ്രതികരണമായിട്ട് ഫാത്തിമ തഹ്ലിയ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല. കയ്യിൽ കിട്ടിയതിനു ശേഷം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിന് തയ്യാറാകുകയുള്ളൂ എന്നാണ് ഫാത്തിമ തഹ്ലിയ പറയുന്നത്. തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് പോവുകയാണ്. അവസാന ലാപ്പിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മതത്തിന്റെ പേരിൽ കാടിറക്കിയുള്ള ഒരു പ്രചരണവും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും പേരാമ്പ്ര മണ്ഡലത്തിൽ കൊടുമ്പിരി കൊള്ളുന്നത്. നമുക്കറിയാം, കുഞ്ഞുമനാണ് പേരാമ്പ്ര മണ്ഡലത്തിൽ എന്താണ് ആ വിഷയം എന്നും അത് ഗ്രൗണ്ടിൽ ഏത് രീതിയിലാണ് റിഫ്ലക്ട് ചെയ്തത്, എന്താണ് ചർച്ചകളെന്നും വ്യക്തമാക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.